അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഉമ്മച്ചീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണി. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: വലിയ ഉള്ളി 6 വലുതായി കട്ടിക്കുറച്ച് അരിഞ്ഞത്, 4 തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെല്ലാം മിക്സിയിൽ അരച്ചു പേസ്റ്റ് രൂപത്തിൽ ആക്കുക. അതിലേക്ക് വേണ്ട സ്പൈസ്: 10 ഏലക്ക, കറുവപ്പട്ട, 2 ജാതിപത്രി ബേ ലീവ്സ്, 4 കറുവാപ്പട്ട, 8 ഗ്രാമ്പൂ, മല്ലിച്ചപ്പ്, പുതിനയില, കറിവേപ്പില, ഒരു ചെറുനാരങ്ങയുടെ നീര്, അരക്കപ്പ് തൈര്. മസാലപ്പൊടികൾ: ഗരം മസാല, കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി. 4 കപ്പ് ജീരകശാല അരി. ബീഫ് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക. അതിലേക്ക് വേണ്ട സ്പൈസസ്: 1 ടീസ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര് ഇവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് മാഗ്നറ്റ് ചെയ്യാൻ വയ്ക്കുക. കുറച്ചു സമയത്തിനു ശേഷം കുക്കറിൽ 6 വിസിൽ വേവിക്കാൻ വയ്ക്കുക. കടായി പാനിലേക്ക് 4 കപ്പ് അരിയാണെങ്കിൽ അതിലേക്ക് 9 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുക. ആ വെള്ളത്തിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുക. വെള്ളം നന്നായി തിളക്കുമ്പോൾ അരി ഇടുക. കടായി പാൻ അടച്ച് ഗ്യാസ് ലോ ഫ്ലെയിം ആക്കുക. ഇനി വേറൊരു കടായി. ബിരിയാണിയിലേക്കുള്ള റൈസ് റെഡി. ഒരു കടായിപ്പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ച് അതിൽ അരിഞ്ഞുവെച്ച ഉള്ളി അതിലേക്കിട്ട് ഉള്ളി ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ആ പാനിൽ ഇനി മസാല തയ്യാറാക്കാം. ഉള്ളി വഴറ്റിയ നെയ്യിൽ അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് സ്പൈസ്, അരിഞ്ഞുവെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യുക. വലിയ ഉള്ളി, തക്കാളി, ചതച്ചുവെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, നാരങ്ങാനീര്, മസാലപ്പൊടികൾ കുരുമുളക്, വലിയ ജീരകം പൊടി, ഗരം മസാല, തൈര്, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ആഡ് ചെയ്തു മിക്സ് ചെയ്യുക. ഇനി ആ മസാലയിലേക്ക് വേവിച്ചുവെച്ച ബീഫ് ആഡ് ചെയ്യുക. അതിലേക്ക് നെയ്യിൽ വഴറ്റിവെച്ച ഉള്ളി ആഡ് ചെയ്യുക. മസാല നന്നായി ഇളക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് വേവിച്ചുവെച്ച റൈസ് ആഡ് ചെയ്തു ദം ഇടുക. റൈസിന്റെ മുകളിലായി കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി, മല്ലിച്ചപ്പും പുതിനയില, വഴറ്റിവെച്ച ഉള്ളി, അല്പം നെയ്യ് എല്ലാം ചേർത്ത് പാൻ അടച്ചു വയ്ക്കുക. സ്റ്റൗ ലോ ഫ്ലെയിം വെക്കുക. ബീഫ് ബിരിയാണി റെഡി. ഇനി അതിൽ നിന്നും മസാല റൈസ് മാറ്റി വയ്ക്കുക. കുറച്ച് മസാല റൈസിലേക്ക് ഇട്ട് ഇളക്കുക. ഒരു പാത്രത്തിലേക്ക് മാറ്റാം.